ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മെത്രാന്മാർ കടമകൾ മറന്നാൽ ദൈവ വ്യവസ്ഥയെ തകിടം മറിച്ചാൽ 2025 ഓഗസ്റ്റിലെ പതിവ് മെത്രാൻ സിനഡ് പൂർത്തിയായി. 33ാമത് സിനഡിൻ്റെ 2ാം സമ്മേളനം. അതിലുണ്ടായ ചില നല്ല കാര്യങ്ങൾ ആദ്യം സൂചിപ്പിക്കട്ടെ. സീറോ മലബാർ സഭയ്ക്ക് 4 പുതിയ അതിരൂപതകൾ. രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഫരീദാബാദ്, അവിടെ സീറോ മലബാർ സഭയ്ക്ക് അതിരൂപത വേണ്ടത് തന്നെയാണ്. രാജ്യ തലസ്ഥാനത്ത് സീറോ മലബാർ സഭയ്ക്ക് അതിരൂപത വേണം, ഒരു സംശയവുമില്ല. മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരും ഒക്കെ മാറി മാറി വരും, മേജർ ആർച്ച് ബിഷപ്പ്മാരും മാറി വരും. എന്നാൽ സഭയുടെ ഇത്തരം ആസ്ഥാനങ്ങൾ, അതിരൂപതാസ്ഥാനം, രൂപതാസ്ഥാനം, മേജർ ആർച്ച് ബിഷപ്പ് ആസ്ഥാനം, അതിനൊക്കെ സ്ഥായിയായ നിലനിൽപ്പ് വേണം. അവിടെ മെത്രാനായിരുന്ന കുര്യാക്കോസ് ഭരണകുളങ്ങര പിതാവിനെ മെത്രാപ്പോലിത്തയായി നിയമിച്ചിരിക്കുന്നു, അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കുറേ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കാം. അവിടെ ആദ്യമൊക്കെ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന് ഭരണകുളങ്ങര പിതാവിന് ഒരല്പം താമസമുണ്ടായെങ്കിലും ജനങ്ങളെല്ലാവരും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അതിന് വിധേയപ്പെട്ടു. അതൊരു എളിമയുടെ ലക്ഷണമാണ്, വിനയത്തിൻ്റെ ലക്ഷണമാണ്. അവിടെ ജനങ്ങൾ ബോധവാന്മാരായി. മെത്രാനേക്കാൾ ബോധം ജനങ്ങൾക്കുണ്ടായി. അതാണ് ദൈവജനമാണ് സഭ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അവിടെ ഇനിയും ഒരുപാട് ഈ സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യങ്ങൾ, ദൈവശാസ്ത്രമൊക്കെ വരേണ്ടതുണ്ട്. അതിന് മുൻകൈ എടുക്കുമെന്നും അതിൻ്റെ അതൊക്കെ അങ്ങനെയൊക്കെ വരും എന്ന് നമുക്ക് ഉറപ്പാക്കാം. രണ്ടാമതായിട്ട് സീറോ മലബാർ സഭയുടെ വളരെ ഊർജ്ജസ്വലമായ പ്രേക്ഷിത പ്രദേശമായ മധ്യപ്രദേശിലെ ഉജ്ജയിൻ, ഞാനവിടെ പോയിട്ടുണ്ട് പണ്ട്. കാളിദാസൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഉജ്ജയിൻ, അതിനെ അതിരൂപതയായി ഉയർത്തിയതും വളരെ നല്ല കാര്യമാണ്. ഉജ്ജയിൻ രൂപതയുടെ മെത്രാനായിരുന്ന സെബാസ്റ്റ്യൻ വടക്കേൽ മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്ന് കുറച്ച് പേരെങ്കിലും ഞാൻ കരുതിയിരുന്നു. അപ്പോൾ അദ്ദേഹം സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തുന്ന ഒരു ആളാണ്. MST കോൺഗ്രിഗേഷൻ്റെ സീറോ മലബാർ സഭയുടെ ഒരു തനത് സന്യാസ സമൂഹമാണ്. അതിൻ്റെ പ്രേക്ഷിത രംഗം കൂടിയാണ് ഉജ്ജയിൻ. അവിടെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊരു സംശയമില്ല അക്കാര്യത്തിൽ. അതുകൊണ്ട് അതിരൂപതയായി ഉയർത്തിയതും ഒരു ഹിന്ദുമതത്തിൻ്റെ ഒരു വലിയൊരു കേന്ദ്രമാണ് അവിടെ. പക്ഷെ അവിടെ നമ്മുടെ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നൊരു പ്രദേശമാണ്. അവിടെ അതിരൂപത വേണ്ടതും അത്യാവശ്യം തന്നെയായിരുന്നു. മൂന്നാമതായിട്ട് മാർത്തോമാ ശ്ലീഹായെക്കുറിച്ചുള്ള പ്രാചീന രേഖകളിൽ പരാമർശിക്കപ്പെടുന്ന ഇടമാണ് കല്യാണ. അവിടെ നമുക്ക് സുറിയാനി സഭയ്ക്ക് പണ്ട് അവിടെ സുറിയാനി സമുദായം ഉണ്ടായിരുന്നു. അതൊക്കെ അന്യം നിന്ന് പോവുകയാണ് ഉണ്ടായത്. അവിടെ നമുക്കുള്ള രൂപതയെ അതിരൂപതയായി ഉയർത്തിയത് വളരെ നന്നായി. കഴിഞ്ഞ സിനഡിൽ തന്നെ അങ്ങനെ ഉയർത്തിയിരുന്നുവെങ്കിൽ ലിറ്റർജിക്ക് വലിയ സംഭാവന നൽകിയ ഇളവനാൽ പിതാവിനെ മെത്രാപ്പോലിത്തയായിട്ട് അവിടെ ഒരു 6 മാസം നിന്ന് എന്നിട്ട് വിരമിക്കാമായിരുന്നു. അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരമായേനെ. അദ്ദേഹം ലിറ്റർജിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അത്ര വലിയ കാര്യങ്ങളാണ്. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. പക്ഷേ ദൈവഹിതം ഇങ്ങനെ ആയിരിക്കാം. ഏതായാലും അവിടെ ചെറുപ്പക്കാരനായ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വടവാദ സെമിനാരിൽ ഉണ്ടായിരുന്നതാണ്. ഇദ്ദേഹത്തിന് ചേട്ടനച്ഛനുണ്ടായിരുന്നു, ഇദ്ദേഹവും ഉണ്ടായിരുന്നു. ഈ കല്യാണയുടെ പൂർവിക തേജസ്സിലേക്ക് കൊണ്ടുവരാൻ വാണിയപ്പുരയ്ക്കലിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഭൂമിശാസ്ത്രപരമായി ഏറ്റവും വിസ്തൃതിയുള്ള ശംഷാബാദിനെ അതിരൂപതയായി ഉയർത്തിയിരിക്കുന്നു. അത് ഇനി പല രൂപതകളായി തിരിക്കാനുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അതിരൂപതയായിട്ട് തന്നെ നിൽക്കേണ്ടതാണ്. ഇപ്പോൾ മെത്രാപ്പൊലിത്തയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്രിൻസ് ആൻ്റണി പാണങ്ങാടൻ പിതാവ് സാമൂഹിക സേവന രംഗത്തും വിനീതമായ ശുശ്രൂഷയ്ക്കും കീർത്തി കേട്ട ആളാണ്. അപ്പോൾ അവിടെ ഈ ശംഷാബാദിൽ അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇനി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമെന്ന് നമുക്ക് നല്ല പ്രത്യാശയുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഈ സാമൂഹിക സേവനവും അതുപോലെയുള്ള ആദര ശുശ്രൂഷയും വിനീതമായ സേവനവും ഒക്കെ ആത്യന്തികമായിട്ട് കർത്താവിൻ്റെ സദ്വാർത്ത, കർത്താവിൻ്റെ സുവിശേഷം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അറിയിക്കാൻ ഇടയാകട്ടെ, ഉപകരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന.
പിന്നെ നമുക്കറിയാം ദക്ഷിണ കർണാടകയിലെ ബൽത്തങ്ങാടി രൂപതയുടെ പുതിയ അധ്യക്ഷനായി ക്ലരീഷ്യൻ സന്യാസമൂഹത്തിലെ ജെയിംസ് പട്ടേലച്ചനെ നിയമിച്ചിരിക്കുന്നു. പിന്നെ തെലങ്കാനയിലെ ആദിലാബാദ് രൂപതയുടെ അധ്യക്ഷനായി CMI സന്യാസമൂഹത്തിലെ ജോസഫ് തച്ചാപ്പറമ്പത്ത് അച്ഛനെ നിയമിച്ചിരിക്കുന്നു. ഈ ആദിലാബാദിൻ്റെ മെത്രാനായിരുന്ന പ്രിൻസ് ആൻ്റണി പാണേങ്കാടൻ പിതാവാണ് ഷംഷാബാദിൻ്റെ മെത്രാപ്പൊലിത്തയായിട്ട് പോയത്. അപ്പോൾ ആ ഒഴിവിലേക്കാണ് ഈ CMI സന്യാസമൂഹത്തിലെ ജോസഫ് തച്ചാപ്പറമ്പത്ത് അച്ഛനെ നിയമിച്ചിരിക്കുന്നത്. ഈ രണ്ട് സന്യാസമൂഹങ്ങളും, ക്ലരീഷ്യൻ സന്യാസമൂഹമാകട്ടെ CMI സന്യാസമൂഹമാകട്ടെ, പ്രേക്ഷിത രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഈ സന്യാസമൂഹങ്ങൾക്ക് ഇത് വലിയ അംഗീകാരമാണ്, അത് അത്യാവശ്യവുമായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഇത് വളരെ ഗംഭീരമായി ചെയ്തിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പിനും അതുപോലെ സെനറ്റ് സെക്രട്ടറി പാമ്പളാനി പിതാവിനും മറ്റ് പിതാക്കന്മാർക്കെല്ലാം അഭിനന്ദനം അറിയിക്കുന്നു. വളരെ ഗംഭീരമായ തീരുമാനങ്ങളാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അത് ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിൽ നിങ്ങൾ ചെയ്തു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ ഏബ്രഹാം കാവിൽപുരയിടത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇനിയൊരു സിനഡാനന്തര സർക്കുലർ ഉണ്ടാകുമോ എന്നറിയില്ല. അത് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവിൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്തവണ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, പരിശുദ്ധ സൂനോദോസിൻ്റെ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പും ഉണ്ടായില്ലെന്നാണ് ഞാൻ കരുതണേ. ഇനിയിപ്പോൾ ഈ സിനഡാനന്തര അറിയിപ്പ് ഒരു സർക്കുലർ ഇല്ലെങ്കിൽ, അതുപോലെ ഇങ്ങനൊരു പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ സൂനോദോസിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു പത്രക്കുറിപ്പും ഇറക്കിയില്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ മെത്രാൻ സിനഡിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മെത്രാൻ സിനഡിനെ കുറിച്ച് പൊതുജനത്തിനിടയിലും സമൂഹ മാധ്യമങ്ങളിലും നിറയുന്ന പരിഹാസ ശരങ്ങൾ, ആ പരിഹാസ ശരങ്ങൾ ഏറ്റിട്ടാണോ ഇതൊക്കെ ഇല്ലാതായത് എന്ന് ഒരു സംശയമുണ്ട്. സിനഡാനന്തര സർക്കിളിനെ ആൾക്കാർ കളിയാക്കുന്നു. പരിശുദ്ധ സൂനോദോസിന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥന ആളുകൾ കളിയാക്കുന്നു. അതിൻ്റെ പേരിലാണ് അതൊക്കെ റദ്ദ് ചെയ്തതെങ്കിൽ, അങ്ങനെയാണെന്നല്ല ഞാൻ പറയണേ, അങ്ങനെ ചെയ്തതെങ്കിൽ പൊതുജനത്തിൻ്റെ ഇടയിലും സമൂഹ മാധ്യമങ്ങളിലും നിറയുന്ന പരിഹാസ സ്വരങ്ങൾ ഏറ്റിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചതാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ഏതായാലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മെത്രാന്മാരെ ചെവികളിൽ എത്തുന്നുണ്ട് എന്നത് നല്ല കാര്യം. ഇനി ഇവയൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണെങ്കിൽ ക്ഷമിക്കുക. ഈ സിനഡിൽ നമ്മൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഗതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ലിറ്റർജി പ്രശ്നമാണ്. നമ്മുടെ പൊതുസമൂഹത്തിലും സഭയുടെ വേദികളിലൊക്കെ ഏറ്റവും അധികം പ്രശ്നമായി നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ. പകുതിയോളം പള്ളികളിൽ അസമയത്ത് ഒരു ഏകീകൃത കുർബാന നടക്കുന്നു. അത് വേണം വേണ്ട എന്നുള്ള മട്ടിൽ കുർബാനയെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഇതാണ് നടക്കുന്നത് പലപ്പോഴും. പകുതിയോളം പള്ളികളിൽ ഇതുവരെയും ഏകീകൃത കുർബാന ആയിട്ടില്ല. പക്ഷേ ഈ PR ഏജൻസികളൊക്കെ വെച്ച് ഇംഗ്ലീഷ് ചാനലുകളിലും ഇംഗ്ലീഷ് സമൂഹ മാധ്യമങ്ങളിലും മലയാളം ചാനലുകളൊക്കെ എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, എറണാകുളത്ത് ഇനിയിപ്പോൾ ഒരു പ്രശ്നവുമില്ല, അവിടെ ഒരു പ്രശ്നമില്ല എന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലൊക്കെ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? ഇംഗ്ലീഷ് ചാനൽ വത്തിക്കാൻ്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ട്. മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും ദൈവത്തിന് മുമ്പിൽ ഇത് കബളിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് പറഞ്ഞാൽ വത്തിക്കാനെ ചിലപ്പോൾ കബളിപ്പിക്കാൻ പറ്റും, അതൊക്കെ മനുഷ്യരല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ വെച്ചിട്ട് PR ഏജൻസികൾ വെച്ചിട്ട് എറണാകുളത്തെ പ്രശ്നങ്ങൾ ശാന്തമായി പരിഹരിച്ചു, എറണാകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വത്തിക്കാനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം. പക്ഷെ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? ഈ ദൈവജനത്തിൻ്റെ സങ്കടങ്ങൾക്കും പരാതികൾക്കും ഒരു ശമനവുമില്ല. ജനങ്ങൾ പൊതുരംഗത്തേക്ക് വരുന്നില്ല. ഈ കുറച്ച് പള്ളികളിൽ അസമയത്ത് ഏകീകൃത കുർബാന കിട്ടിയപ്പോൾ ജനങ്ങളുടെ ആവേശം കെട്ടടങ്ങിയിട്ടുണ്ടാകാം കുറച്ച് പേര്. പിന്നെ എത്ര നാൾ സമരം ചെയ്യും, മെത്രാന്മാർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കെന്തിന്, വൈദികർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കെന്തിന് എന്നൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നുണ്ടാകാം. അത് ഇതേക്കുറിച്ചൊക്കെ ഞാൻ വളരെയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കടക്കുന്നില്ല. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവരുടെ വിലാപങ്ങൾക്കും പരാതികൾക്കും സങ്കടങ്ങൾക്കും ഒരു അറുതിയായിട്ടില്ല. പുറത്തേക്കുള്ള ബഹളങ്ങളൊക്കെ ചിലപ്പോൾ ശമിച്ചു കാണും. ഈ അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദികരുടെയും പാപ്പാവിരുദ്ധ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. ശീഷ്മയിലാണ് അങ്ങനെ ശീഷ്മയിലായിരിക്കുന്ന അവരെ പിന്തുണയ്ക്കുന്ന മെത്രാന്മാരും ശീഷ്മയിൽ തുടരും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്.
എന്നാൽ നാം ആ ശീഷ്മയിൽ വീഴാതിരിക്കാനുള്ള കരുതൽ എടുത്തുകൊണ്ടിരിക്കണം. ഈ അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും പാപ്പാവിരുദ്ധ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു സംശയവും ഇക്കാര്യത്തിലില്ല. അവരെ ശീഷ്മയിലായിരിക്കുന്ന അവരെ പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മെത്രാന്മാർ അവർ എന്തെല്ലാം PR ഏജൻസികളെ വെച്ചിട്ട് മറിച്ച് അവതരിപ്പിച്ചാലും ശീഷ്മയിലാണ്. നമ്മൾ അവരുടെ ശീഷ്മയിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കണം. സ്വാഭാവികമായിട്ട് നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ആ സമയത്ത് കുർബാന മാറ്റി ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന എന്ന് കിട്ടും. ഇതുവരെയും ഏകീകൃത കുർബാന ചൊല്ലാത്ത പള്ളികൾ, പകുതിയോളം പള്ളികളിൽ ഈ ഇല്ലിസിറ്റ് കുർബാന തന്നെ തുടരുമോ? പകുതിയോളം പള്ളികളിൽ ഇതുവരെ ഏകീകൃത കുർബാന ചൊല്ലിയിട്ടില്ല. ഇവർ സമവായ മാർഗരേഖയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ചൊല്ലിയിട്ടില്ല. അവർ സമ്മതിച്ചിട്ടില്ല. പകുതിയോളം പള്ളികൾ ചൊല്ലിയിട്ടില്ല. പലയിടത്തും ചൊല്ലി അത് അവസാനിപ്പിച്ചു. ഏകീകൃത കുർബാന ചൊല്ലിക്കേണ്ടത് പലയിടത്തൊക്കെ നിർത്തലാക്കി പള്ളി പൂട്ടി. ഈ മെത്രാൻ സെനറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള ആത്മീയവും ബൗദ്ധികവും ബുദ്ധിപരമായിട്ടുള്ള ആർജവും സത്യസന്ധതയും മെത്രാന്മാരെ കാണിച്ചോ? വട്ടം കൂടിയിരുന്നുള്ള ചർച്ചയായി സിനഡുകൾ അധപതിക്കുന്നുണ്ടോ? മെത്രാന്മാരുടെ 49 പേരും ഒപ്പിട്ട് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു എറണാകുളത്തെ ഈ ഏകീകൃത കുർബാന വേണമെന്ന്, എല്ലാ പള്ളികളിലും വേണമെന്ന്. ആ രേഖയും ഒപ്പുമെല്ലാം ചാപ്പിള്ളയായി മാറിയോ? ചാപ്പിള്ളയായി മാറിയെങ്കിൽ അതിനെ ജനിപ്പിച്ചവർക്കൊരു വേദന തോന്നില്ലേ? ആ വേദനയുണ്ടോ? അതോ ഒരു ഉളുപ്പുമില്ലാതെ നിസ്സംഗരായിരിക്കാൻ മെത്രാന്മാർക്ക് കഴിയുന്നുവോ? മെത്രാന്മാർ കൽപ്പിച്ച് നൽകിയ കുർബാന കിട്ടാനാണ് ജനം മൗണ്ട് തോമസിന് മുമ്പിൽ യാചകരായി നിന്നത്. 2 പ്രാവശ്യമോ 3 പ്രാവശ്യം മറ്റോ ഈ സിനഡ് നടക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ബധിരരും മൂകരും കുരുടരുമായി മെത്രാന്മാർ അഭിനയിക്കുന്നുവോ? ആൾക്കാർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു, ഈ സിനഡ് കഴിയുമ്പോൾ എന്തെങ്കിലും നല്ല വാർത്ത കേൾക്കാൻ കഴിയുമോ? ഞാൻ അവരോട് പറഞ്ഞത്, പലരും എന്നെ വിളിച്ചപ്പോഴൊക്കെ അവരോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോടും പങ്കുവയ്ക്കുക. 2 വചനങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നതും ഞാൻ അവരോട് പറഞ്ഞതും. ഒന്ന് മർക്കോസിനെ സംബന്ധിച്ചിട്ട് 1:14-15. യോഹന്നാൻ തടവിലായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിൽ ചെന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയപ്പോൾ, അതൊരു ദുരന്ത വാർത്തയല്ലേ? സ്നാപക യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം, സദ്വാർത്ത, നല്ല വാർത്ത, സുവിശേഷം, നല്ല വിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിൽ വന്നു. സ്നാപക യോഹന്നാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു എന്ന ദുരന്ത വാർത്ത, അത് ദുരന്തമാണ് സമുദായത്തിൽ. പക്ഷേ ആ സന്ദർഭത്തിലാണ് യേശു ദൈവത്തിൻ്റെ സദ്വാർത്തയുമായി വന്നത്. നമ്മൾ ദുരന്തം എന്ന് വിചാരിക്കുന്ന, പൊതുസമൂഹത്തിന് മുമ്പിലും സഭയുടെ മുമ്പിലൊക്കെ ദുരന്തം എന്ന് വിചാരിക്കുന്ന ഒരു വാർത്ത എന്താണ്? എറണാകുളം അങ്കമാലിയിലെ ഈ ലിറ്റററി പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പുറത്ത് പ്രചരിപ്പിക്കുകയും എന്നാൽ ഉള്ളിൽ പ്രശ്നം പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കുർബാന അവഹേളിച്ചവർ, ആഭിചാര കുർബാന ചെയ്തവർ, അച്ഛന്മാരെ തൊഴിച്ചവർ, പള്ളി പൂട്ടിച്ചവർ, പണം കട്ടെടുക്കുന്നവർ, പിന്നെ കൂതാശ വിലക്കുള്ളൊരു കൂതാശ, ഇങ്ങനെ ഇല്ലേ, അധികാരമില്ലാതെ കല്യാണം ആശീർവദിക്കുക, ഫാക്കൽറ്റി ഇല്ലാതെ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളൊക്കെ നടക്കുന്നു. അപ്പോഴും ദൈവം ഒരു സദ്വാർത്ത, ഒരു സുവിശേഷം കരുതി വെച്ചിട്ടുണ്ടാകും. അത് വെളിപ്പെടാൻ സമയം പൂർത്തിയാകട്ടെ. അതിനോട് കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. 2 മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെ, ഞാൻ 13-ാമത്തെ വചനം മാത്രം പറയുന്നത്. യോഹന്നാൻ കൊല്ലപ്പെട്ടുവെന്ന് കേട്ടിട്ട് യേശു അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ചൊരു വിജന സ്ഥലത്തേക്ക് പോയി. ഇത് കേട്ട് ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് അവർക്കാണ് കർത്താവ് ആദ്യത്തെ ഈ അപ്പം വർധന നടത്തുന്നത്. അപ്പം വർദ്ധിപ്പിച്ച് ഒരു യഹൂദ സമുദായത്തെ കുർബാന സമുദായമായി മാറ്റുന്നു. യോഹന്നാൻ കൊല്ലപ്പെട്ടെന്ന് കേട്ടിട്ട്, സ്നാപക യോഹന്നാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടിട്ട് യേശു ഒരു വിജന സ്ഥലത്തേക്ക് പിൻവാങ്ങുന്നു. ഈ സ്നാപക യോഹന്നാന്റെ കൊലപാതകം അതൊരു ദുരന്തമാണ്, ഒരു ദുരന്ത വാർത്തയാണ്, സങ്കടത്തിലാഴ്ത്തുന്ന വാർത്തയാണ്. പക്ഷേ യേശു പിൻവാങ്ങിയിട്ട് കുറേ ആളുകൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ച് അവരെ, ആ യഹൂദ ജനക്കൂട്ടത്തെ, ഒരു കുർബാന സമുദായമായി രൂപാന്തരപ്പെടുത്തി. അപ്പോൾ യോഹന്നാന്റെ കൊലപാതകം എന്ന ദുരന്തം, ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് സഭ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്.
ആദ്യം യഹൂദ സമുദായത്തെ കുർബാന സമുദായം മാറ്റുന്നു. അടുത്ത അധ്യായത്തിൽ വിജാതീയ ജനക്കൂട്ടത്തെ കുർബാന സമുദായമായി മാറ്റുന്നു. പിന്നത്തെ അധ്യായം 16-ാം അധ്യായത്തിൽ സഭ സ്ഥാപിക്കുമെന്ന്, പത്രോസിൻ്റെ മേൽ സഭ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. സഭ സ്ഥാപിക്കുന്നു. അപ്പോൾ കർത്താവ് ഓരോ ദുരന്തത്തിലും ഒരു സുവിശേഷം, ഒരു വിശേഷം, ഒരു പുതിയ വാർത്ത, നല്ല വാർത്ത കരുതി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തന്നെ നമുക്ക് വേണം. ഒരല്പം കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവരാജ്യം സാവകാശമാണ് വളരുന്നത്. ഇങ്ങനെ ഇടിവെട്ടുന്ന തരത്തിലുള്ള ഒരു രീതിയിലല്ല വരുന്നത്. അതിനാൽ ദൈവം ഈ പ്രപഞ്ചത്തിൽ വർക്ക് ചെയ്യുന്നത് വളരെ സാവകാശവും ശാന്തവുമായിട്ടാണ്. എന്നാൽ ദൈവം സ്ഥിരമായിട്ട് ഇടപെടുന്നുണ്ട് താനും. അത് ആ ഇടപെടലുകൾ കാണാനുള്ള കണ്ണ്, അതാണ് വിശ്വാസം. നമുക്കത് വേണം. അതിനാൽ മെത്രാന്മാരിലല്ല, കർത്താവിൽ തുടർന്ന് വിശ്വസിക്കുക, കർത്താവിൻ്റെ ഇടപെടലിനായി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. എങ്കിലും എനിക്കൊരു മുന്നറിയിപ്പ് നൽകാനുണ്ട്. നമ്മുടെ രൂപതകൾ, അതിർത്തികൾ പുനഃക്രമീകരിച്ച് സഭയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പഴയ കഥ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പഴയ കഥ എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. എഫേസോസ് നഗരം, ഏഷ്യാമൻ ഇപ്പോഴത്തെ തുർക്കിയിലെ ഒരു പട്ടണമാണ് എഫേസോസ്. BC 10-ാം നൂറ്റാണ്ടിൽ തന്നെ, BC 10-ാം നൂറ്റാണ്ട്, അത് ദാവീദിൻ്റെ കാലത്ത് തന്നെ ഈ നഗരം സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഇത് തുർക്കിയിലാണ്. ദാവീദിൻ്റെ കാര്യം, പാലസ്തീനിലത്തെ കാര്യം പറയണേ. BC 550 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായ, ഈ പട്ടണത്തിൽ നിർമ്മാണം പൂർത്തിയായ ആർട്ടമിസിൻ്റെ ക്ഷേത്രം, റോമിൽ ഡയാന എന്നാണ് പറയുക, ആർട്ടമിസ് ആണ് ഈ ഗ്രീസിൽ ആർട്ടമിസ്. അന്നത്തെ പ്രാചീന ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ആർട്ടമിസിൻ്റെ ക്ഷേത്രം. നല്ലൊരു ഗ്രന്ഥാലയവും ലൈബ്രറി, 24,000 പേർക്ക് ഇരിക്കാവുന്ന തിയേറ്ററും അവിടെ ഉണ്ടായിരുന്നു. 24,000 പേർക്ക്. നമ്മളിപ്പോഴാണ് ഒരു സ്റ്റേഡിയം 70,000 പേര്, 50,000 പേര്, 40,000 പേർക്കൊക്കെ ഉണ്ടാക്കുന്നത്. അക്കാലത്ത് തന്നെ 24,000 പേർക്ക് ഇരിക്കാവുന്ന തിയേറ്റർ ഈ എഫേസസിലുണ്ടായിരുന്നു. BC 129 ഈ നഗരം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറിയത്. രണ്ടാമത്തെ പ്രേക്ഷിത യാത്രക്കിടയിൽ പൗലോസ് എഫേസസിൽ തങ്ങിയിട്ടുണ്ട്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 18, 19, 20, 21. മൂന്നാമത്തെ പ്രേക്ഷിത യാത്രയുടെ ഭാഗമായി 3 സംവത്സരങ്ങളോളം പൗലോസ് അവിടെ പാർത്തിട്ടുണ്ട്. സ്ലീഹന്മാരുടെ നടപടി 19-ാമത്തെ അധ്യായം മുതൽ 21-ാം അധ്യായം വരെ, 19-20 അധ്യായങ്ങൾ. റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യയായിരുന്ന ഏഷ്യ മൈനറിൻ്റെ തലസ്ഥാനമായിരുന്നു ഏഷ്യ. റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യമായിരുന്ന ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യ മൈനർ, ഇപ്പോഴത്തെ ഏഷ്യ അല്ല, ഏഷ്യ മൈനർ. തലസ്ഥാനമായിരുന്നു ഈ എഫേസസ് പട്ടണം. തൻ്റെ ഈ ക്രിസ്തുവർഷം 50കളുടെ മധ്യത്തിലാണ് പൗലോസ് അവിടെ താമസിച്ച് സഭ സ്ഥാപിക്കുന്നത്. പിന്നീട് പൗലോസ് തിമോത്തിയോസിനെ എഫേസസിൻ്റെ മെത്രാനായി നിയമിച്ചു. 1 തിമോത്തി 1:3. യോഹന്നാൻ സ്ലീഹയും എഫേസസിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം. ക്രിസ്തുവർഷം 431 കത്തോലിക്ക സഭയുടെ ഒരു സുപ്രധാന സൂനോദോസ്, എഫേസസ് സൂനോദോസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് നടത്തി എഫേസസ് നഗരത്തിലാണ്. എന്നാൽ 1304 തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മുസ്ലിങ്ങൾ എഫേസസ് നഗരം ആക്രമിച്ച് കീഴടക്കി. അതിനു മുമ്പ് തന്നെ എഫേസസിലെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഇസ്ലാമിൻ്റെ അധിനിവേശത്തോടെ ഈ ക്രിസ്തീയ കേന്ദ്രം എന്ന നിലയിൽ എഫേസസ് ക്ഷയിക്കാൻ തുടങ്ങി. പണ്ട് അലക്സാണ്ട്രിയ, അന്ത്യോക്യ തുടങ്ങിയ നഗരങ്ങളെപ്പോലെ പ്രാധാന്യമുള്ളതായിരുന്നു എഫേസസ് ക്രിസ്ത്യാനികൾക്ക്. എന്നാൽ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രശ്നമുണ്ടായി, ഒരു ഭൂമികുലുക്കുണ്ടായി. അത് നഗരത്തെ വല്ലാതെ ബാധിച്ചു. പിന്നെ രാഷ്ട്രീയമായി ഗ്രീസും തുർക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് എഫേസസിനെ ബാധിച്ചു. മതപരമായി ഇസ്ലാമിൻ്റെ ആക്രമണം, ഇതെല്ലാം എഫേസസിൻ്റെ പ്രാധാന്യം ഇടിയുന്നതിനും അവിടെ ക്രിസ്ത്യാനികൾ അന്യം നിന്ന് പോകുന്നതിനും കാരണമായി. എന്നാൽ ഈ കാരണങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ, രാഷ്ട്രീയമായ കാരണങ്ങൾ, ഇത് മതപരമായ ഇസ്ലാമിൻ്റെ ആക്രമണം, ഇവ കൂടാതെ വേറെ 2 പ്രശ്നങ്ങൾ യോഹന്നാൻ സ്ലീഹയും പൗലോസ് സ്ലീഹയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആധ്യാത്മികമായിട്ട് ഞാൻ ഭൂമിശാസ്ത്രപരമായി പറഞ്ഞു, രാഷ്ട്രീയമായിട്ട് പറഞ്ഞു, മതപരമായി പറഞ്ഞു. ആധ്യാത്മികമായിട്ട് എഫേസസിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ എഫേസസിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ അധികം ഇല്ലാത്തതിന് ഒരു കാരണം യോഹന്നാൻ സ്ലീഹയും പൗലോസ് സ്ലീഹയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യോഹന്നാൻ സ്ലീഹ പറയുന്നത് വെളിപാട് പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങളിലാണ്. എഫേസസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ ദൂതൻ എന്ന് പറഞ്ഞ മെത്രാനയാണ്. കാരണം മാനസാന്തരപ്പെടാൻ പറയുന്നുണ്ട്. അപ്പം മാലാഖിയല്ല. സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ അങ്കേലോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏഞ്ചൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, മാലാഖ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന മാലാഖ സഭയുടെ തലവനായ മെത്രാനാണ്. കാരണം
നീ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ശിക്ഷ പറയുന്നുണ്ട് അവസാനം. അപ്പോൾ എഫേസുസിലെ സഭകളെ മെത്രാന് എഴുതുക എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. 7 നക്ഷത്രങ്ങൾ വലത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ ഉത്തിതനായ ക്രിസ്തു അരുളി ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികളും പ്രയത്നവും ക്ഷമാപൂർവ്വം ഉറച്ചു നിൽപ്പും ഞാൻ അറിയുന്നു. കൊള്ളരുതാത്തവരെ, നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാരാണെന്ന് നടിക്കുന്നവരെ നീ പരിശോധിച്ച് അവർ കള്ളന്മാരാണെന്ന് കണ്ടതും ഞാൻ മനസ്സിലാക്കുന്നു. ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. എൻ്റെ നാമനിമിത്തം നീ ഏറെ സഹിച്ചിട്ടും നീ തളർന്നു പോയില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊരു കുറ്റം പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നീ കൈവിടിഞ്ഞു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വേഗം വരും. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ വിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. 2 പ്രശ്നങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഈ തുടക്കത്തിലൊക്കെ എഫേസുസിലെ മെത്രാനും സഭയൊക്കെ ഈ കൊള്ളരുതാത്തവരെയൊക്കെ സഹിച്ചുകൂടാതെ അവരൊക്കെ കൊള്ളരുതാത്തവരെ നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നല്ലവരാക്കുന്ന സംവിധാനങ്ങൾ ചെയ്തു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുന്നവരെ, ഇല്ലേ, ശരിക്കുള്ള അപ്പസ്തോലന്മാരല്ല, പരിശോധിച്ച് അവർ കള്ളന്മാരെന്ന് കണ്ട് അവരെ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ ഒരു ശ്രമം നമ്മൾ സീറോ മലബാർ സഭയിൽ ശരിക്കും നടക്കുന്നുണ്ടോ? കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടെന്നാണ് പറയണേ. കൊള്ളരുതാത്തവരെ ഉത്തിതനായ കർത്താവ് പറയണേ. കൊള്ളരുതാത്തവരെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സഹിച്ചുകൂടാ എന്നാണ് കർത്താവ് പറയണേ. എന്നാൽ സഹിച്ചുകൊണ്ടിരിക്കല്ലേ? ആഭിചാര കുർബാന അർപ്പിച്ചവർ, ദൈവം നിന്ന ചെയ്തവർ, സഭാ തലവന്മാരെയൊക്കെ കുപ്പിയെറിഞ്ഞവർ, അല്ലെങ്കിൽ കോലം കത്തിച്ചവർ, കുർബാനയെ നിന്ദിച്ചവർ, ഇങ്ങനെ ഒരുപാട് ഇല്ലേ, കൊള്ളരുതായ്മ ചെയ്തവരെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മെത്രാന് ചേർന്ന പരിപാടിയാണോ? ഈ അപ്പസ്തോലന്മാരല്ലാത്തവരെ അപ്പസ്തോലന്മാരെന്ന് ഇല്ലേ, അപ്പസ്തോലന്മാരല്ലാത്തവർ അപ്പസ്തോലന്മാരെ നടിച്ച് നടക്കുന്നു. അവിടെ എത്രയോ പേരാണ് ഈ തെറ്റായ പ്രബോധനങ്ങൾ നടത്തുന്നത്. എറണാകുളം, അങ്കമാലി, അതേ രൂപതയിൽ, മറ്റു രൂപതകളിലുണ്ട്, മറ്റച്ഛന്മാരുണ്ട്. അതെല്ലാം തിരുത്താനായിട്ട് മെത്രാന്മാർക്ക് കടമയില്ലേ? ഉത്തരവാദിത്തമില്ലേ? അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണ്ടേ? ദൈവശാസ്ത്രപരമായി തെറ്റുകൾ ഇങ്ങനെ യൂട്യൂബ് വഴിയോ പുസ്തകങ്ങൾ വഴിയോ ഒക്കെ ഇങ്ങനെ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ടേ? പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താണ്? നിന്റെ ആദ്യ സ്നേഹം നീ കൈവിടിഞ്ഞു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നവൻ നീ ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകുക. സുറിയാനി കത്തോലിക്ക സഭയുടെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകുക. ആദ്യത്തെ പ്രവൃത്തികൾക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വേഗം വരും. മെത്രാനോട് പറയണത്. നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മെത്രാനോട് പറയണത്, ദൂതനോട് പറയണേ. എഫേസുസിലെ സഭയുടെ മെത്രാൻ എഴുതുക, എഫേസുസിലെ സഭയുടെ ദൂതൻ എഴുതുക, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. ഇത് മെത്രാന്മാർക്ക് ഒരു വാർണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്. കർത്താവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്യും. പക്ഷേ എഫേസുസിലെ സഭ നിന്നു പോകുന്നതിന് ഒരു ആധ്യാത്മിക കാരണം അവിടുത്തെ മെത്രാന്മാർ മാനസാന്തരപ്പെട്ടില്ലെന്നാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് യോഹന്നാൻ പറഞ്ഞ കാര്യമാണ്. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 3 മുതൽ 7 വരെ വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം, എന്നിട്ട് ചില കാര്യങ്ങളും സൂചിപ്പിക്കാം. മറ്റൊരു സിദ്ധാന്തം പഠിപ്പിക്കരുതെന്നും വിശ്വാസത്തിൽ ദൈവവ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തർക്കങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് കർശനമായി ആജ്ഞാപിക്കാൻ വേണ്ടി നീ എഫേസുസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോനിയയിലേക്ക് പോകുമ്പോൾ നിന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ അന്തിമ ലക്ഷ്യം ഇതാണ്: ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. ചിലർ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിയമപ്രബോധരാകണമെന്നാണ് അവരുടെ മോഹം. എന്നാൽ തങ്ങൾ എന്താണ് പറയുന്നതെന്നോ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. തിമോഥെയോസിന്റെ മെത്രാനായി, എഫേസസിലെ മെത്രാനായി നിയമിക്കപ്പെട്ട തിമോഥെയോസിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എഫേസസിൽ പ്രചരിക്കുന്ന വ്യാജ പ്രബോധനത്തിന്, വേദ വിപരീതത്തിന്, പാഷാണ്ഡതയ്ക്ക് അറുതി വരുത്താനുള്ള നടപടികൾ എടുക്കുക. തിമോഥെയോസ് എന്ന മെത്രാന് പൗലോസ് കൊടുക്കുന്ന ആദ്യത്തെ ഉത്തരവാദിത്തമാണ് എഫേസസിൽ പ്രചരിക്കുന്ന വ്യാജ പ്രബോധനത്തിന്,
അതായത് വേദവിപരീതം എന്ന പാഷാണ്ഡതയ്ക്ക് അറുതി വരുത്താനുള്ള നടപടികൾ എടുക്കുക. മറ്റൊരിടത്ത് നിന്ന് എഫേസസിൽ കടന്നു വന്നവരല്ല, എഫേസസിലെ സഭയിലെ ചില അംഗങ്ങളാണ് ഈ വ്യാജ പ്രബോധനം പ്രചരിപ്പിക്കുന്നത്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വളരെ ശക്തമായ ഒരു അടയാളമാണ്. എഫേസസിലേക്ക് കടന്നു വന്നവരല്ല, എറണാകുളത്തേക്ക് കടന്നു വന്നവരല്ല, എറണാകുളത്തെ സഭയിലെ ചില അംഗങ്ങളാണ് വ്യാജ പ്രബോധനം, വേദവിപരീതം, പാഷാണ്ഡത പഠിപ്പിക്കുന്നത്. അത് അറുതി വരുത്താനുള്ള നടപടികൾ എടുക്കണം. അന്ന് തിമത്തിയോസിനോട് പറഞ്ഞു, ഇന്ന് മെത്രാന്മാരോട് പറയുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന്റെ അധ്യാപകരാണെന്ന മട്ടിലാണ് അവർ നടക്കുന്നത്. എഫേസസിലെ കാര്യം പറയണേ, 1 തിമത്തി 1:7 കാണാതെ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും മോശയുടെ പുസ്തകങ്ങൾ വംശാവലിയെക്കുറിച്ചും സാങ്കല്പിക സിദ്ധാന്തങ്ങളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇതല്ലേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായി മുന്നേറ്റക്കാർ ചെയ്യുന്നത്, അവിടുത്തെ വിമത വൈദികരുടെ നേതാക്കന്മാർ ചെയ്യുന്നത്. തിമത്തിയോസ് എന്ന മെത്രാൻ അവരെ നിശബ്ദരാക്കുകയും സ്നേഹവും വിശ്വാസവും പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ യഥാർത്ഥ ക്രിസ്തീയ സിദ്ധാന്തം പഠിപ്പിക്കുകയും വേണം. ഊഹാപോഹങ്ങളുടെ അനിശ്ചിതത്വങ്ങളിൽ തിമിർത്തുല്ലസിക്കാൻ വേണ്ടി വെളിപാടിന്റെ സുനിശ്ചിതത്വത്തെ നിഷേധിക്കുന്നത് വിശ്വാസത്തിന് അധ്യാപകർക്ക് ചേർന്നതല്ല. ഊഹാപോഹങ്ങളല്ലേ അവിടെ പറയുന്നത്. തോമസ് ലീഗ വന്നിട്ടുണ്ടാകില്ല ഒരു ഊഹാപോഹം. ഇപ്പൊ നമുക്ക് ധാരാളം ഭൗതിക തെളിവുകൾ കിട്ടിയിരിക്കുന്നു, മെറ്റീരിയൽ എവിഡൻസസ്. എന്നിട്ടും അവരുടെ ആർഗ്യുമെന്റ്സ് തിരുത്താൻ തയ്യാറല്ല അവര്. ഊഹാപോഹങ്ങളുടെ അനിശ്ചിതത്വങ്ങൾ തിമിർത്തുല്ലസിക്കാൻ വേണ്ടി വെളിപാടിന്റെ സുനിശ്ചിതത്വത്തെ നിഷേധിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചെയ്യുന്നത്. അത് വിശ്വാസത്തിന് അധ്യാപകർക്ക് ചേർന്നതാണോ? അല്ല. അതുകൊണ്ട് അവർ തിരുത്തേണ്ട ചുമതല തിമത്തിയസ് എന്ന മെത്രാനെ അന്ന് പൗലോസ് ഏൽപ്പിച്ചതുപോലെ ഇന്നത്തെ മെത്രാന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ മെത്രാന്മാരും ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അവർ തീരുമാനങ്ങൾ എടുക്കുകയല്ല, നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് ഈ പ്രബോധനങ്ങൾക്ക്, തെറ്റായ പ്രബോധനങ്ങൾക്ക് അറുതി വരുത്താനുള്ള നടപടികൾ എടുക്കണം. എന്നാണ് മറ്റൊരു സിദ്ധാന്തം എന്ന് പറയുന്നത്? അല്ലേ, മറ്റൊരു സിദ്ധാന്തം പഠിപ്പിക്കരുതെന്നും എന്നാണ് പൗലോസ് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹെറ്ററോ ഡിഡാസ്കലയിൻ എന്നാണ്. ഡിഡാസ്കലയോ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉപദേശം, മറ്റൊരു പ്രബോധനം. ഡിഡാസ്കലയോ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ. ഹെറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, വ്യത്യസ്തമായത്. ഈ മറ്റൊരു പ്രബോധനം നൽകരുതെന്ന് പറഞ്ഞാൽ സാരഗർഭമായ ക്രിസ്തീയ പ്രബോധനമല്ലാതെ, ഭദ്രമായ ക്രിസ്തീയ പ്രബോധനമല്ലാതെ മറ്റൊന്നും പഠിപ്പിക്കരുത്. ഈ ഡിഡസ്കാലിയ എന്ന വാക്കിന് സിദ്ധാന്തം എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മൾ സിദ്ധാന്തം എന്ന് തന്നെ തർജ്ജമ ചെയ്യണേ. ക്രിസ്തീയ വിശ്വാസ സംഹിതയാണ് സാരഗർഭമായ ക്രിസ്തീയ സിദ്ധാന്തം. ക്രിസ്തീയ വിശ്വാസ സംഹിതയാണ് ഭദ്രമായ സാരഗർഭമായ ക്രിസ്തീയ സിദ്ധാന്തം. അതിന് വിപരീതമായ യാതൊന്നും പഠിപ്പിക്കരുത്, ഇത് പഠിപ്പിക്കാൻ അനുവദിക്കരുത്. ഇതാണ് മെത്രാന്മാർക്ക് നൽകുന്ന സംഗതി. അപ്പം നമ്മൾ എറണാകുളത്ത് നടക്കുന്ന ഈ കുർബാന പ്രശ്നം വെറും ഒരു ആചാരത്തിൻ്റെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുടെ പ്രശ്നമായിട്ടോ മാത്രം മെത്രാന്മാരെ കണ്ടാൽ, അതിനെ ഒരു പ്രാദേശിക വിഷയമായി മാത്രം കണ്ടാൽ അവർ ഗൗരവമായി തെറ്റാണ് ചെയ്യുന്നത്. കാരണം മറ്റൊരു സിദ്ധാന്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രചരിപ്പിക്കപ്പെട്ട് നിൽക്കുന്നത്. ഭാരതീയ പൂജാന്നോ മിനി മാസെന്നോ പല പേരുകളൊക്കെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ ക്രിസ്തീയ വിശ്വാസ സംഹിതയ്ക്ക് വിരുദ്ധമായ ഒരു ക്രിസ്തീയ സിദ്ധാന്തമാണ് അവിടെ. ക്രിസ്തീയ സിദ്ധാന്തമല്ല, മറ്റൊരു സിദ്ധാന്തമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിന് അറുതി വരുത്താൻ അന്നത്തെ തിമത്തിയസ് മെത്രാനോട് പറഞ്ഞതുപോലെ ഇന്നത്തെ മെത്രാന്മാരുടെ തിരുവചനം ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറയാണ്, മറ്റൊരു സിദ്ധാന്തം പഠിപ്പിക്കരുതെന്നും വിശ്വാസത്തിൽ ദൈവവ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തർക്കങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന കെട്ടുകഥകൾ. വിശ്വാസത്തിൽ ദൈവവ്യവസ്ഥ ഗ്രീക്കില് ഒയ്ക്കോനോമിയ എന്നാണ് വാക്ക്. ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ വീട്, ഭവനം, കുടുംബം എന്നൊക്കെയാണ് അർത്ഥം. ഒയ്ക്കോസ്. നോമിയ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് വേണ്ട വ്യവസ്ഥ. അപ്പോൾ ഒയ്ക്കോനോമിയ തെവു, ദൈവ വ്യവസ്ഥ, ദൈവ കുടുംബത്തിൻ്റെ വ്യവസ്ഥ എന്ന് ശരിക്കും അർത്ഥം. അതായത് വിന്യാസം, വ്യവസ്ഥ, പദ്ധതി, സജ്ജീകരണം, ഏർപ്പാട് എന്നൊക്കെ അർത്ഥമുണ്ട് ഒയ്ക്കോനോമിയയ്ക്ക്. പക്ഷെ ഒയ്ക്കോ എന്ന വാക്കിന് ഞാൻ പറഞ്ഞല്ലോ, കുടുംബം അല്ലെങ്കിൽ വീട്, ഭവനം എന്നാണ് ശരിക്കും അർത്ഥം. ഗൃഹം എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ എക്യുമീനിസം എന്ന് പറയല്ലോ, അത് ഈ ഒയ്ക്കോ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. എല്ലാവരും കൂടി ഒരു വീടാകുക, ഒരു കുടുംബമാകുക, അതാണ് എക്യുമീനിസം. നമ്മൾ സഭയിക്കുക ശ്രമം എന്ന് പറയും ഇല്ലേ. സഭ മുഴുവൻ ഒറ്റ കുടുംബമായിട്ട് മാറുന്നതിനാണ് സഭയിക്കം, എക്യുമീനിസം എന്ന് പറയണേ. ആ വാക്കാണ് ഇത് ഒയ്ക്കോ എന്ന് പറയണേ. അപ്പോൾ
കുടുംബത്തിൽ ദൈവ കുടുംബത്തിലെ ഭരണസമിതി അല്ലെങ്കിൽ ദൈവ കുടുംബത്തിലെ ഭരണ സംവിധാനം, കുടുംബത്തിലെ ഭരണ നിർവഹണം എന്നാണ് അതിനൊക്കെ അർത്ഥം. അപ്പോൾ ദൈവ കുടുംബമാണ് സഭ, ദൈവത്തിൻ്റെ കുടുംബമാണ് സഭ. അത് 1 തിമോത്തി 3:15 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കുടുംബമാണ് സഭ. ആ ദൈവിക കുടുംബത്തിനൊരു വ്യവസ്ഥയുണ്ട്, ഭരണ സംവിധാനമുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തർക്കങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും ശ്രദ്ധിക്കരുതെന്ന് കർശനമായി ആജ്ഞാപിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ അവിടേക്ക് അയച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? ദൈവ കുടുംബമായ സഭയിൽ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്, ഒരു ദൈവ വ്യവസ്ഥ എന്നാണ് പറയണേ. ഒയ്ക്കോനോമിയ, കുടുംബത്തിനെ, സഭ എന്ന കുടുംബത്തെ ഭരിക്കാനുള്ള വ്യവസ്ഥ. ഇപ്പം അതിന് എന്താണ് കാനോൻ നിയമം എന്ന് പറയും. ആ കാനോൻ നിയമമല്ലേ എറണാകുളത്ത് പാടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ ലംഘിക്കാനായിട്ട് നേതൃത്വം കൊടുത്തിരിക്കുന്നത് മെത്രാന്മാർ തന്നെയല്ലേ? അപ്പോൾ എഫേസസിലെ സഭയ്ക്ക് സംഭവിച്ചതുപോലെ എറണാകുളത്തിനും സീറോ മലബാർ സഭയ്ക്കും സംഭവിക്കില്ലേ? ഇസ്ലാമിൻ്റെയോ ഹിന്ദു മതത്തിൻ്റെയോ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമായിരിക്കുമോ നമ്മുടെ സഭ താഴോട്ട് പോകാൻ സാധ്യത? അല്ല. നമ്മളെ ഭരിക്കുന്ന, നമ്മളെ നയിക്കുന്ന മെത്രാന്മാരുടെ വിവരമില്ലായ്മയും തൻ്റെ ഇടമില്ലായ്മയും വിശ്വാസരാഹിത്യവും നമ്മുടെ സഭയുടെ നാശത്തിന് കാരണമാകാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലത്ത് നാശമുണ്ടാകാൻ നമ്മളെ നയിക്കുന്നവരുടെ അപക്വമായ നിലപാടുകൾ, തീർച്ചയില്ലാത്ത നിലപാടുകൾ, വിശ്വാസരാഹിത്യം, തിരുവചനത്തിലുള്ള അജ്ഞത, ഇതെല്ലാം അതിന് കാരണമാകും. നമ്മുടെ സഭയുടെ അധപതനത്തിന് അത് കാരണമാകും. കെട്ടുകഥകൾക്ക് ഉപയോഗിക്കുന്ന വാക്ക് മീത്തോസ് എന്നാണ്. മീത്തോസ്, അതിനാണ് മിത്ത് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണേ. എന്നാൽ ഇവിടെ മീത്തോസ് എന്ന വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പാശ്ചാത്യരെ പറയുന്ന അർത്ഥമല്ല, ഇല്ലേ? മിത്ത് ആൻഡ് ഫാക്ട്സ്, ഇല്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ മിത്ത് ആൻഡ് ഫാക്ട്സ് എന്ന് പറയും. മിത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുകഥ എന്നൊരു അർത്ഥം. നമ്മുടെ നാട്ടിലല്ലേ അയ്യപ്പനൊരു മിത്തല്ലേ, രാമനൊരു മിത്തല്ലേ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ കെട്ടുകഥ എന്നുള്ള അർത്ഥത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ആ അർത്ഥമല്ല ശരിക്കും മീത്തോസ് എന്ന വാക്കിന് ഗ്രീക്കിലുള്ളത്. മീത്തോസ് എന്ന വാക്കിന് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മിത്ത് എന്ന് പറഞ്ഞാൽ സാങ്കല്പിക കഥ, മനോകൽപിതം, അയഥാർത്ഥ കഥ, സത്യമല്ലാത്ത കഥ എന്നൊക്കെയാണ്. ക്രിസ്തുധർമ്മത്തിന് ഉദയത്തിന് മുമ്പ് രചിക്കപ്പെട്ട യഹൂദ അപ്രാമാണിക രചനകളിൽ പഴയ നാമത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ഐതിഹ്യ സമാനമായ കഥകളുണ്ടായിരുന്നു. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഗ്രീക്ക് ഭാഷയിലും സാഹിത്യത്തിലും മിത്തിന് നുണക്കഥ എന്ന അർത്ഥമില്ല. തങ്ങളുടെ ലോകം, സംസ്കൃതി, സാമൂഹ്യക്രമം എന്നിവയെക്കുറിച്ചുള്ള വചനം, വർണ്ണന, ആഖ്യാനം എന്നെല്ലാമാണ് മിത്തിനർത്ഥം. തങ്ങൾ ജീവിക്കുന്ന ലോകം, അതിൻ്റെ സംസ്കൃതി, അതിൻ്റെ സാമൂഹ്യക്രമം, ഇതേക്കുറിച്ചുള്ള വർണ്ണനയാണ് മിത്തെന്ന് പറയുന്നത്. പലപ്പോഴും ചരിത്രത്തെക്കാൾ ദേശരാഷ്ട്രത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് കിടക്കുന്നത് മിത്താണ്. അതിനാൽ മിത്ത് എന്നതിന് പാശ്ചാത്യ നാട്ടിലെ അർത്ഥവും പൗരസ്ത്യ നാട്ടിലെ അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. പാശ്ചാത്യ നാട്ടിൽ ഒരു നുണക്കഥയാണ്, കെട്ടുകഥയാണ് മിത്ത്. പൗരസ്ത്യ നാട്ടിൽ അങ്ങനെയല്ല. ഈ നടന്ന സംഭവങ്ങളുടെ രേഖയാണ് ചരിത്രം. അങ്ങനെയാണ് വെപ്പ്. എന്നാൽ അതിനകത്ത് ഒരുപാട് ഭാവനയുണ്ടെന്ന് അറിയാലോ. ഇപ്പം ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പാകിസ്ഥാനിൻ്റെ കഥയല്ലല്ലോ ഇന്ത്യക്കാരുടെ കഥ. ചൈനയുടെ ആക്രമണം വന്നപ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞൊരു സംഗതി ഓർക്കുന്നുണ്ടോ? ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന ഭൂപ്രദേശം കണ്ടോ. ചൈനക്കാരും സപ്പോർട്ട് ചെയ്യണം, ഇന്ത്യക്കാരും സപ്പോർട്ട് ചെയ്യണം. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഏത് ചരിത്രത്തിനകത്തും എഴുതുന്ന ആളുടെ വ്യക്തിഗതമായ സംഘങ്ങളൊക്കെ വരും. എന്നാലും പൊതുവെ പറഞ്ഞാൽ നടന്ന സംഭവങ്ങളുടെ ഒരു രേഖയാണ് ചരിത്രം. ആ നടന്ന സംഭവം വീര പുരുഷന്മാരെക്കുറിച്ചോ വീര വനിതകളെക്കുറിച്ചാകുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടിയും ഈ ഭാവന വരും, അതിശയോക്തി വരും. അപ്പോൾ അതിനൊരു പുരാവൃത്ത സ്വഭാവം, പുരാണത്തിൻ്റെ സ്വഭാവം വരും. അതും അതിൽ പക്ഷേ ചരിത്രത്തിൻ്റെ അംശങ്ങളുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഈ കഥയിൽ, സംഭവത്തിൽ ദൈവം കഥാപാത്രമായി വന്നാൽ അത് മിത്തായി. ദൈവം കഥാപാത്രമായി വരിക, പാശ്ചാത്യ ലോകത്ത് ദൈവം കഥാപാത്രമായി വരുന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല, വിശ്വാസികൾ പോലും. അതുകൊണ്ടാണ് മിത്തിനെ നുണക്കഥ എന്ന് പറയണേ. പക്ഷെ പൗരസ്ത്യ ദേശത്ത് ദൈവത്തിൻ്റെ ഇടപെടലിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മിത്ത് എന്ന് പറഞ്ഞാൽ നുണക്കഥയോ കെട്ടുകഥയോ അല്ല, ദൈവം കഥാപാത്രമായി വരുന്ന കഥയാണ്. നമുക്ക് പൗലോസിലേക്ക് തിരിച്ചു പോകാം. പൗലോസ് പറയുന്നത് ഈ പാശ്ചാത്യ സെൻസിലാണ്. അതായത് ഈ പൊടുപ്പും തങ്ങലും വെച്ചിട്ടുള്ള കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കുക. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടത്. നമുക്ക് സത്യമല്ലാത്ത ഈ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുക.
അത്ഭുത കഥകൾ, സത്യമല്ലാത്തത്, ഒരു ദിവസം നീണ്ടു നിൽക്കുന്നത്, 2 ദിവസം നീണ്ടു നിൽക്കുന്നത്, അതിനെയൊക്കെ വിശ്വാസത്തെക്കാൾ ഉയർന്ന കഥകളായിട്ട് അവതരിപ്പിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഗതിയാണ്. അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ മെസ്മറൈസ്ഡ് ആകും, മാസ്മരിക എന്ന് പറയും. ഈ അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ അത് കാണുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടും മനുഷ്യർ. ഇത് ഇങ്ങനെയുള്ള സംഗതികൾ വെച്ചിട്ടാണ് ഈ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത്. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് കുറെ കൂടിയും ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ കാണുന്നതാണ്. അത് അത്ഭുതങ്ങൾ കണ്ടിട്ടും വിസ്മയങ്ങൾ കണ്ടിട്ടും ഇങ്ങനെ കോരിത്തെരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ദൈവം കാണുന്ന തരത്തിൽ ചരിത്രത്തെ കാണുന്നതാണ് വിശ്വാസം. അതിനൊരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോകണം. നമുക്ക് ഈ ഭൂമി ഉരുണ്ടതാന്നൊക്കെ അറിയുന്നത് എപ്പോഴാണ്? ശരിക്കും കുറേ കൂടി മുകളിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ കാര്യങ്ങൾ യഥാർത്ഥ സ്ഥിതി അറിയണമെങ്കിൽ ഉയർന്നൊരു ഭ്രമണപഥത്തിലേക്ക് പോകണം, ദൈവത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക്. അങ്ങനെ ദൈവത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് പോകുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ പോകാത്തവർക്കാണ് ഈ ലോകത്തിലെ ഈ കെട്ടുകഥകളും അനന്തമില്ലാത്ത തർക്കങ്ങളും പിന്നെ മെസ്മറൈസ് ചെയ്യപ്പെടുന്ന മാസ്മരികമായിട്ടുള്ള വിസ്മയ അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ കോരിത്തെരിച്ചിരിക്കുക, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുക. അങ്ങനെ വിശ്വാസം അതൊരു വലിയൊരു പ്രശ്നമാണ് വാസ്തവത്തിൽ. ഈ പ്രാരംഭ വിശ്വാസത്തിൽ നിന്നും ഈ പരിപൂർണ വിശ്വാസത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യതിചലനങ്ങൾ ഉണ്ടാകും. അപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ നിന്നും വ്യതിചലിക്കാനായിട്ട് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മൾ നോക്കുക, വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതെല്ലാം വ്യതിചലിക്കാനായിട്ട് ഒരു പെണ്ണ് കേസ് പോലും ഇല്ല, ഒരു പെണ്ണ് അതിൻ്റെ പിന്നാലെ പോയി. കേരള സമുദായം മുഴുവൻ അതിൻ്റെ പിന്നാലെ പോയി. ഇങ്ങനെ ഈ കോരിത്തെരിപ്പിക്കുന്നതോ ഇക്കിളിപ്പെടുത്തുന്നതോ ആയ കെട്ടുകഥകൾ അത് നമ്മുടെ സഭയിലുണ്ട്. വലിയ പ്രശ്നങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി ചില കെട്ടുകഥകൾ, ചില വിസ്മയിപ്പിക്കുന്ന കഥകൾ അങ്ങനെ പറഞ്ഞു വിടും. മനുഷ്യർ അതിൻ്റെ പിന്നാലെ പോകും. വിശ്വാസത്തിന് വ്യതിചലനം സംഭവിക്കും. ഈ യുവാക്കൾ ഈ പ്രതിസന്ധിയെല്ലാം കാണുമ്പോൾ യുവാക്കൾ സഭ വിട്ടു പോകുന്നെന്ന് പരാതി പറയുന്നു. വാസ്തവത്തിൽ യുവാക്കൾ വെല്ലുവിളി ഏറ്റെടുക്കല്ലേ വേണ്ടത്? ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ സഭ വിട്ടുപോകുകയാണോ വേണ്ടത്, അതോ വെല്ലുവിളി ഏറ്റെടുക്കുകയാണോ വേണ്ടത്? വിശ്വാസമുള്ളവർ അങ്ങനെയല്ലേ ചെയ്യുക. അവർ വിശ്വാസം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരും ഈ പറഞ്ഞ വിശ്വാസത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ല. അവർക്ക് ആഴമേറിയ വിശ്വാസം ഇല്ലെന്നാണ് അർത്ഥം. മെത്രാന്മാരുടെ പക്വതയില്ലാത്ത പെരുമാറ്റം കണ്ട് യുവാക്കൾ വഴിതെറ്റി പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും മെത്രാന്മാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. എങ്കിലും യുവാക്കൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം, നിങ്ങളുടെ വിശ്വാസം ആഴമുള്ളതാണോ അല്ലയോ. ഞാൻ പറഞ്ഞു വരുന്നത്, എഫേസോസിൽ ഇന്ന് ക്രിസ്ത്യാനികൾ ഇല്ലാതായതിന് കാരണം ഭൂമിശാസ്ത്രപരമായ ഭൂമികുലക്കം പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഗ്രീസും തുർക്കിയും തമ്മിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. മതപരമായി ഇസ്ലാമിൻ്റെ അധിനിവേശം വല്ലാതെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അവർ കൊന്നൊടുക്കുകയായിരുന്നു, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയായിരുന്നു. അത് അവർ ചെല്ലുന്ന സ്ഥലത്തും എല്ലാവരുടെയും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആധ്യാത്മികമായിട്ട് ഞാൻ പറഞ്ഞത്, മെത്രാന്മാർ, സഭയുടെ തലപ്പത്തുള്ളവർ തിമോത്തിയോസ് വളരെ ഗംഭീരമായിട്ട് ചെയ്തെങ്കിലും അതിന് പിന്നീട് വന്ന മെത്രാന്മാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ താല്പര്യമെടുത്തില്ല. സ്വാഭാവികമായും ജനങ്ങൾ വിട്ടേച്ച് പോയി, നമ്മളിപ്പോൾ യുവാക്കൾ വിട്ടുപോകുന്നത് പോലെ. അപ്പോൾ ഈ മെത്രാന്മാർ, പുതിയ മെത്രാന്മാർ, മെത്രാപോലിത്തമാർ, പുതിയ സംവിധാനങ്ങൾ ഒക്കെ വന്നിരിക്കുന്നു. നിങ്ങളുടെ മെത്രാന്മാരെ നിങ്ങളുടെ കടമകൾ മറക്കരുത്. പിന്നെ എറണാകുളം പ്രശ്നം പരിഹരിക്കപ്പെട്ടു ശാന്തരായി എന്ന് പ്രചരിപ്പിക്കുന്ന നുണകളിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ജനം കാത്തിരിക്കും. കാരണം ജനം ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, മെത്രാന്മാരിലല്ല. പക്ഷേ ജനങ്ങളുടെ വിലാപങ്ങൾ, അവരുടെ സങ്കടങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ശാപമായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നല്ലത്. ദൈവം അങ്ങനെ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ, പരിശുദ്ധ റൂഹം നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പുതുതായിട്ടുള്ള വന്നിരിക്കുന്ന മെത്രാപോലിത്തമാർക്കും മെത്രാന്മാർക്കെല്ലാം അഭിനന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനകൾ നേരുന്നു, എളിയ പ്രാർത്ഥനകൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.